Last straight break. Last block. Just last set. Last. 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 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. ഉള്ള റിസൾട്ട് അപ്പം തന്നെ അറിയാൻ പറ്റും. ബാക്ക് പെയിനൊക്കെ അപ്പം തന്നെ ഇരിക്കാൻ പറ്റുന്ന അവസരം നമ്മൾ ഇരിക്കാൻ പറ്റും. അവര് എല്ലാവരും ഇവരെ കൂടുതൽ ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും മാത്രം അവർ ഡോക്ടേഴ്സിനെ കാണുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. നടുവിന്റെ അലൈൻമെന്റ് നമുക്ക് കടത്തിയിട്ട് അവർ നോക്കും. കാര്യം കാണിച്ചാൽ കാര്യം നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് നമുക്കൊരു ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് നമ്മുടെ കൈയെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവർ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരും. അതാണ് ഇതിനകത്ത് അതാണ് നമുക്ക് കൈറോപ്രാക്ടീസിന്റെ പ്രത്യേകത. മറ്റേത് കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ അവര് ഇതൊരു പ്രൊഫഷന് വേണ്ടിയിട്ട് പഠിച്ചത്. നമ്മളങ്ങനെ നിങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പഠിച്ചത്. അങ്ങനെ വ്യത്യാസം. നമ്മൾ ഹീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഇത് കോഴ്സ് ചെയ്തത്. എനിക്ക് 10-20 വയസ്സിലേക്ക് 30 വയസ്സ് നടക്കാൻ പറ്റില്ല ഡോക്ടർമാരെ പറഞ്ഞ എനിക്ക് ഇത്തിരി ലൂസ് ബോഡി എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്, എക്സ്ട്രാ ബോൺസ് ഉണ്ട്, പിന്നെ ഈ പട്ടിലൊക്കെ സ്മോളാണ്, ജന്മന കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നോട്ട് പഠിച്ചാ. അപ്പൊ 40 വയസ്സായി. അതായത് ഞാൻ നിലനിൽപ്പിന് വേണ്ടി പഠിച്ചാ. അതായത് മറ്റുള്ള നമ്മൾ വ്യത്യാസത കുറച്ച് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരണം അതാണ്. ഫ്രീ ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തന്നാൽ ഒട്ടും പേരില്ല. നമുക്ക് ഹാൻഡ് പവർ ഉള്ളതുകൊണ്ട് അവർക്ക് പേര് എടുക്കില്ല. വില പിടിച്ചു കഴിഞ്ഞാൽ ആ പേരുണ്ടാവും. കുറച്ച് വിഷയം പറഞ്ഞിട്ടുണ്ട് അവിടെ വേരിയേഷൻ നമ്മളത് ഈക്വൽ ആയിരിക്കണം. അതാണ് അറിയാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഈക്വൽ ആയിട്ട് വന്ന് രണ്ട് ഓപ്പോസിഷൻ ഉണ്ട്. മാറ്റം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവർ ഈ ഒരു കാര്യം ലോഡ് കൊണ്ട് നടക്കണേ വൺ സൈഡിലുള്ള സെൻസേഷൻ വളരെ കുറഞ്ഞു പോകും. നമ്മുടെ ഈ ഉള്ളകാലാണ് നമ്മുടെ ഇന്റർണൽ ഓപ്പോസിറ്റ് പോയിന്റ് പോയിന്റ് എല്ലാം ആക്ടിവേറ്റ് ആണെങ്കിൽ ഇത് ഈക്വൽ ആയിട്ട് നമ്മുടെ വൺ സൈഡ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. വൺ സൈഡ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഈ സൈഡ് പെയിനില്ല. അതുകൊണ്ട് കാരണം ഇത് ഇതിലേക്കാണ് മൊത്തം ലോഡ് ഇതിപ്പോ കറക്റ്റ് ചെയ്താൽ ഇത് കറക്റ്റാവും.
അല്ലേ? ചെറിയൊരു വ്യത്യാസം അതുകൊണ്ട് കറക്റ്റായിട്ട് പോയിന്റ് അതാണ് ഇത് കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു പ്രശ്നം സോൾവ് ആകും. കാരണം അത് വൺ സൈഡിലേക്ക് കൊടുക്കണം അല്ലേ? അതല്ലേ കൂടുതൽ നമ്മൾ സാധാരണ 60 സെന്റ് കാര്യമായിട്ട് എടുക്കില്ല. കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. അവർക്ക് ബോൺസിന്റെ ഡെൻസിറ്റി നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ ചെയ്യണം, പിള്ളേർ ചെയ്യണം. എല്ലാവരും ഒരേ രീതിയിലല്ല പ്രായത്തിനനുസരിച്ച്. വീട് നേരത്തെ ഇവിടെ തന്നെയാണോ? വീട് തന്നെയാണ്. 11 വർഷം. അതിനുണ്ട് ചീലുകുഴി മാറ്റി വെക്കാൻ പറഞ്ഞ മുട്ടാണെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. 10 പേർക്ക് ഓപ്പറേഷൻ പറഞ്ഞ മുട്ട മാറ്റി വെക്കാൻ പറഞ്ഞ മുട്ടോടെ നമ്മൾ സെറ്റാക്കി കിട്ടാം. ആ മുട്ടിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് പെൽവിക്ക് കറക്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു എക്സസൈസ് ഇങ്ങോട്ട് ചെയ്യണം. ഒരു ബോട്ടിൽ വെച്ചിട്ട് എക്സസൈസ് ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ മുട്ട് മാറ്റി വെക്കാതെ നമുക്ക് സുഖമാണ്. This side. Left side. Left side. Correct ചെയ്താൽ അല്ലേ? കുറച്ച് കുറവായിരിക്കും. കുറച്ച് നടക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ. അതിൽ കൂടുതലായി വരികയും ചെയ്തു. വന്നിട്ട് നമുക്ക് ചൂടത്തിന് കുടിക്കാൻ വേണ്ടി കല്ല് പിടിച്ച് ചൂടത്തിന് കുടിക്കണം. മെഡിസിൻ അന്നേരം കല്ല് നൈറ്റില് കല്ല് പിടിച്ച് ചൂടത്തിൽ കുടിക്കണം. മെഡിസിൻ നീട്ടിട്ട് വരെ കുടിക്കേണ്ട കഴിച്ചാൽ കുഴപ്പമില്ല. ചെറിയൊരു ബോഡി പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് ചിലർക്ക് ഉണ്ടാവില്ല. സ്കെറ്റായിട്ട് അത്ര കുറച്ച് ഫാറ്റി ബോഡിയാണ് സാധാരണ പെയിൻ. കുറച്ച് നടക്കുന്നു. അതാണ് വലിയ നീർക്കെട്ട് കേട്ടാ മനസ്സിലാവും. സംസാരിക്കാൻ ഫ്രീ 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 ലങ്സ് കൂടെ വീക്കാണ്. മിക്കവർക്ക് റിപ്പ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് അതാണ് പെയിൻ ലെൻസ് വീസ് റിപ്പോർട്ട് സെയിം ആക്ഷൻ. ഇത് വീസ് ചെയ്യുമ്പോൾ റിപ്പോർട്ട് വീസ് ചെയ്യും. ഇത് മിക്കവർക്ക് സ്റ്റോപ്പാണ്. ഇത് സ്റ്റോപ്പ് ആകുമ്പോൾ ലെൻസിന് പൂർണ്ണമായിട്ട് വീസിക്കാൻ ആക്ഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ കുറയും. ബ്ലഡിലെ ഓക്സിജൻ നമ്മൾ പക്ഷേ ഡോക്ടറോട് പോയി ചെക്ക് ചെയ്താൽ നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ. നടക്കാൻ അത് മാത്രം ഓക്സിജൻ പോരാ. അങ്ങനെ സ്ട്രെയിൻ വരുമ്പോൾ വളരെ വിഷയം.
100% റിലാക്സ് ആയാൽ 100% റിസൾട്ടാണ്. ചിലർ കുറച്ച് ഇതിനെ ഇത്ര പെയിൻഫുൾ ഒക്കെ ആകുമ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ കുറച്ച് വേണം. അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് കുറച്ച് വരും. അപ്പോൾ അങ്ങനെ ഒരു 2 പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ വീണ്ടും ചെയ്താൽ മതി. അപ്പോൾ പൂർണ്ണമായിട്ടും റിലാക്സേഷൻ ആണ്. സ്റ്റിഫായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അതിന് ചെറിയ വൈബ്രേഷൻ പോലെ ഭാഗങ്ങൾ ഒരു റിലാക്സ് ആക്കും. Like straight maximum straight. Okay, down other leg. Okay, maximum see. ഇത് പോകുന്നതനുസരിച്ചാണ് കാലിലേക്കുള്ള സെൻസേഷൻ കുറച്ച് മുന്നോട്ടൊന്നുണ്ടെങ്കിൽ അവർക്ക് സാഫ്റ്റർ സെൻസേഷൻ വരും. നമുക്ക് അവിടെ ആ സെൻസേഷൻ ഇമ്പ്രൂവ് ആകുമ്പോൾ ഇങ്ങോട്ടുള്ള സെൻസേഷൻ ഒക്കെ ഇമ്പ്രൂവ് ആകുമ്പോൾ ചെയ്യുമ്പോഴത്തെ ഫുട്ബോൾ അലൈൻമെന്റ് ചെയ്താലേ ഗുണം കൊടുക്കും. ഇവിടുത്തെ പ്രശ്നമാണ് കിടക്കുന്നതല്ലേ കഴുത്തിലെ വിഷയം കഴുത്തിന്റെ അലൈൻമെന്റ് മാത്രമല്ല ഈ പെൽവിക്കിന്റെ അലൈൻമെന്റ് മാറിയാലും ഈ വിഷയം മുകളിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ഒരു ആ സെന്റർ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടല്ലോ. ഇവിടെ മാറിയാലും അവിടെ മാറിയാലും രണ്ടര വിഷയമാണ്. കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫുട്ബോൾ അലൈൻമെന്റ് ചെയ്താലാണ് മറ്റേ നമ്മൾ കൂടെ പഠിച്ച എല്ലാവരും അവിടെ പീസ് വർക്കാണ്. മുട്ടുവേനാണെങ്കിൽ മുട്ട് മാത്രം സെറ്റ് ചെയ്യില്ല, നടുവാണെങ്കിൽ നല്ല മാത്രം സെറ്റ് ചെയ്യും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫുട്ബോൾ എലമെന്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലാണെങ്കിൽ വന്നോണ്ട് നല്ല റിസൾട്ട് ചെയ്യും. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ രാജഗുരു വെൽനസ് വെച്ചാൽ ആ പേരിലാണ് വെൽനസിന്റെ ലൈസൻസും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതും പഠിച്ചു, കളരി പഠിച്ചായിരുന്നു. കളരി ഞാൻ ശരിക്കും കരാട്ടെ മാസ്റ്റർ കൂടിയാണ്. ഏതാണ് ശരിയാണ് മാക്സിമം കുറച്ച് ബെറ്റർ കുറച്ചുകൂടെ അതല്ലേ അതല്ലേ मैम पेन इधर ये ऐसे पेन स्मॉल पेन സയാറ്റിക് പ്രശ്നങ്ങൾ വരും. സയാറ്റിക് പ്രശ്നങ്ങൾ വരും. അങ്ങനെ പെയിൻ വരും കാലിലേക്ക്. അപ്പോൾ അത് ഇങ്ങനെ ഇത് പെൽവിക്ക് കറക്റ്റ് ചെയ്ത് അവിടെ ഇതിന്റെ അലൈൻമെന്റോട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സയാറ്റിയുടെ പ്രശ്നങ്ങൾ ആ നെർവസ് അവിടെ സ്റ്റിഫ് ആവുമല്ലോ. എല്ലാ കണ്ട നെർവുണ്ടോ ശരിക്കും ഒരു ഇതാണ് ഇപ്പോഴത്താണ് ആ ലിഗ്മെന്റ് അടിക്കോട്ടെ ആ നെർവ് തന്നെ അതവിടെ തിങ്ങിയിട്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പെൽവിക്കിനെ അതിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലിഗ്മെന്റ് തിങ്ങും. അപ്പോൾ കാലിലേക്ക് തരിപ്പും മരിപ്പും ഇതിന്റെ നടക്കൂ ചെയ്തില്ലേ ഒത്തിരി നടന്നു. അവരങ്ങനെ വേര് കൊണ്ട് നടക്കുന്നൊന്നുമല്ലല്ലോ. ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഉൾക്കാർക്ക് നടന്നത്. പക്ഷേ അതൊക്കെ reverse.
വെയിറ്റ് യോഗ യോഗയൊക്കെ ചെയ്യുന്നുണ്ടോ? യോഗ ഡിപ്ലോമ ഇൻ യോഗ ഡിപ്ലോമ അതോടെ പഠിച്ചാൽ യോഗ ഇതിന് കൊടുത്തിട്ടുണ്ട് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുണ്ട്. അതെല്ലാം നമ്മൾ ഈ പഠിക്കുന്നതിനെ കുറിച്ച് എല്ലാം കുറച്ച് ഇതുണ്ട് നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നുണ്ടേ? ഹലോ ഇല്ലല്ലോ ജോലി കിട്ടി പെയിൻ ശരി പെയിൻ സ്മോൾ പെയിൻ വേദന വന്ന കരച്ചില്ല. അത് രാവിലെ എല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. കഴിക്കുന്നതിനാണ് തന്നെ കുറച്ച് കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ശരീരത്തിൽ അധികം വെയിറ്റ് ആയിരുന്നില്ലേ, ഇത്രയും വെയിറ്റ് താങ്ങി നിൽക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ വിഷയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. വലിയ നല്ലോണം വെച്ചാൽ കിടക്കുമ്പോൾ ഒത്തിരി ഹൈറ്റ് വെച്ച് നല്ലോണം വെച്ചാണ് കിടക്കുന്നത്. ഇന്നലെ തലോണ വയ്ക്കാതെ Normally you use the big pillow. Use height. No. This type. And flat.
ഷോൾഡർ വരെ തലോണ വെച്ചെടുക്കാം. When you use the pillow, this side covering this side. Okay. How is that? Size. This side. ഒന്നും വരില്ല. ശരീരത്തിന് കുറച്ച് സ്ട്രെച്ച് ആവും. എല്ലാവരും വലിയ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല. ഉറങ്ങി കഴിയുമ്പോൾ തൊടിഞ്ഞു പോകും. ഇവിടുത്തെ ആ മസിസ്റ്റം നഷ്ടപ്പെടുന്ന ഉറക്കത്തിൽ ഉറങ്ങി പോയി പോകും. പിന്നെ അപ്പോൾ ഇത്ര വെയിറ്റ് ഇങ്ങനെ ഇതായിരുന്നിട്ടാണ് ഇങ്ങനെ കരുതുന്ന വിഷയം. ഈ മൊബൈലിന്റെ ഉപയോഗം വിഷയമാണ്. അതിനെ കമ്മി നമ്മുടെ വിഷ്വൽസിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി കഴിയുമ്പോൾ കുറെ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടച്ച് കിട്ടുക. അങ്ങനെ വിഷയം. ഞാൻ വിളിച്ചോണ്ടേക്ക് നിങ്ങൾ വരാതിരിക്കാൻ നടുവിനുള്ള കറക്റ്റ് ആവും. അപ്പോഴത്തേക്ക് പഠിച്ചയക്കുന്നൊക്കെ ഇങ്ങോട്ട് ഓക്കെ. അപ്പൊ പുള്ളിക്കാരുടെ നോക്കാം. അത് കഴിഞ്ഞ് നോക്കാം. നോക്കാം, കുഴപ്പമില്ല. നമുക്ക് അത്